ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിനായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ BJP ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയേക്കില്ല. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് രാജ്നാഥ് സിംഗും ധനകാര്യമന്ത്രി സ്ഥാനത്തേക്ക് നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്തും പരിഗണനയിലുണ്ട്. JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കാനാണ് സാധ്യത. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി സർക്കാരിന് അവകാശവാദം ഉന്നയിച്ച് നാളെ രാഷ്ട്രപതിയെ കാണാനാണ് BJP നീക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിദേശ രാഷ്ട്രത്തലവന്മാർക്കും ക്ഷണമുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനും സംഘടനാ അഴിച്ചുപണിക്കും BJPയിലും ചർച്ചകൾ തുടരുകയാണ്. JP നദ്ദയുടെ വസതിയിൽ നേതാക്കളുടെ യോഗം പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണനും ഒപ്പം R അച്യുതനും വിവരങ്ങൾ നൽകും. RK, ഈ അമിതാഭ് കാന്തിൻ്റെ പേര് ധനകാര്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്നു. നേരത്തെ ജയശങ്കറിനെ അപ്രതീക്ഷിതമായി വിദേശകാര്യമന്ത്രിയാക്കിയ നരേന്ദ്രമോദിയുടെ അത്തരം നീക്കങ്ങൾ അത് ഈ ഘട്ടത്തിലും മൂന്നാം മന്ത്രിസഭയിലും സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും ആകാംക്ഷയുള്ളത്, അഭ്യൂഹങ്ങൾ ഏറ്റവും അധികം പ്രചരിക്കുന്നത് അമിത്ഷാ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതിനെ ചൊല്ലിയാണ്. എന്തെങ്കിലുമൊക്കെ സൂചനകൾ അത്തരം കാര്യങ്ങളിൽ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ചർച്ചകളിൽ നിന്നോ? വിജയൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ. 8-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു BJP നേതാക്കൾ സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ 8-ന് പകരം 9-ാം തീയതി സത്യപ്രതിജ്ഞ എന്നൊരു ആലോചനയിലേക്ക് BJP എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മന്ത്രിപദവിയുമായി ബന്ധപ്പെട്ടും മന്ത്രിസഭയുടെ ഘടനയുമായി ബന്ധപ്പെട്ടും ഉള്ള ചർച്ചയും ഇന്ന് നടന്ന BJPയുടെ ദേശീയ നേതാക്കളുടെ യോഗത്തിൽ പുരോഗമിക്കുകയാണ്. അതനുസരിച്ച് പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കഴിഞ്ഞ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം മന്ത്രിസഭയിൽ ഉണ്ടാകും. അമിത്ഷായുടെ കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായി ഉണ്ടാകാത്തത് ഈ NDAയുടെ കൺവീനർ എന്ന രീതിയിലുള്ള ഒരു ചുമതല ഒരുപക്ഷെ അദ്ദേഹത്തിന് നൽകാനായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട്. ചന്ദ്രബാബു നായിഡു ഈ കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നില്ല എന്നൊരു തീരുമാനമാണ് കൈക്കൊള്ളുന്നതെങ്കിൽ, അഥവാ ഉചിതം അമിത്ഷാ തന്നെ അത് കൈകാര്യം ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് അഭിപ്രായമെങ്കിൽ, അമിത്ഷാ NDAയുടെ കൺവീനറായി തുടരുകയും അദ്ദേഹത്തിന്, അല്ലെങ്കിൽ NDAയുടെ കൺവീനറായി മാറുകയും അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ രാജ്നാഥ് സിംഗിന് പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു ചർച്ചകളിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. രാജ്നാഥ് സിംഗിന് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാഗൽഭ്യം എന്നത് അദ്ദേഹം ഈ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ കാണിക്കുന്ന ഒരു കൗശലം അദ്ദേഹത്തിനുണ്ട്. അത് ഈ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ മുതലെടുക്കുക എന്നുള്ളതാണ് തന്ത്രം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധനകാര്യ മന്ത്രി എന്ന രീതിയിൽ അമിതാഭ് കാന്ത് വരുന്നത് 2 പേരുകളാണ് ഈ വിഷയത്തിൽ പരിഗണിച്ചത്. മുൻ ICICI ബാങ്കിന്റെ ചെയർമാൻ കാമത്തിന്റെ പേരും ഒപ്പം അമിതാഭ് കാന്തിന്റെ പേരും. കാമത്തിന്റെ പേരിന് പിന്നീട് ഒരു പ്രാമുഖ്യം നഷ്ടപ്പെട്ടു പോയത് ഈ കൊച്ചാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ, ചന്ദ്ര കൊച്ചാറും അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ അതിന് കാരണക്കാരായിട്ടുള്ളവരിൽ ഒരാൾ ഈ കാമത്തുകൂടി ഉണ്ട് എന്ന വിധത്തിലുള്ള ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ നീക്കം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. തുടർന്നാണ് അമിതാഭ് കാന്തിന്റെ പേരിലേക്ക് എത്തുന്നത്. അമിതാഭ് കാന്ത് വലിയ നയപരമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചത് അമിതാഭ് കാന്ത് ആയിരുന്നു. അദ്ദേഹം നീതി ആയോഗ് ചെയർമാൻ എന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് ഈ ഒരുപക്ഷെ ഈ ഡിമോണിറ്റൈസേഷന്റെ അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അമിതാഭ് കാന്തിന്റെ പങ്ക് പിന്നീട് പറഞ്ഞു കേട്ടിരുന്നതാണ്. അങ്ങനെ അമിതാഭ് കാന്ത് നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ച നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഹിത വിനിമയത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയ ഫോർമുലകളടക്കം രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച അമിതാഭ് കാന്തിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാനായി തയ്യാറായിട്ടുണ്ട് BJP എന്നുള്ളതാണ്. അന്തിമമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും വിഷയം അമിതാഭ് കാന്തുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. നിർമ്മലാ സീതാരാമനെ പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് ഒരു വനിത എന്ന രീതിയിൽ BJPയുടെ നീക്കം എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള
രീതിയിൽ കൂടുതൽ ശക്തരായിട്ടുള്ള ബ്യൂറോക്രാറ്റുകളെ കൂടി ഉൾപ്പെടുത്തി എസ് ജയശങ്കറിനെ പുറമെ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ശക്തരായിട്ടുള്ള ബ്യൂറോക്രാറ്റുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തന്ത്രമായിട്ടുള്ളത്. ഈ എസ് ജയശങ്കർ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഏറ്റവും നന്നായി പ്രവർത്തിച്ച മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളാണ്. വിവാദങ്ങളും അദ്ദേഹം അങ്ങനെ സൃഷ്ടിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമാത്ര പ്രസക്തമായിട്ട് മറുപടി പറയുകയും വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജയശങ്കറിന്റെ മാതൃക മറ്റുള്ള വകുപ്പുകളിലും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുതുമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന വിധത്തിലായിരിക്കും മന്ത്രിസഭയുടെ ഘടന എന്നും സൂചനയുണ്ട്. സുരേഷ് ഗോപി അടക്കമുള്ളവരെ മന്ത്രിസഭയുടെ ഭാഗമാക്കും. എന്നാൽ കേരളത്തിൽ നിന്ന് രണ്ടാമതൊരു സാധ്യത കൂടി നിലനിൽക്കുന്നു. അതൊരു ന്യൂനപക്ഷ പ്രാതിനിധ്യം നൽകുന്ന കാര്യത്തിൽ കേരളത്തിൽ നിന്ന് പരിഗണന നൽകാം എന്ന ഒരു അഭിപ്രായം ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഈ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള BJPയുടെ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിജയൻ, RK, ഇപ്പോൾ കൂടുതൽ എന്താണ് അമിത്ഷാ, നരേന്ദ്രമോദി ഈ രണ്ടുപേരിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചു. അത് കൂടിയാലോചനകൾ കുറയാൻ കാരണമായി. അങ്ങനെയൊക്കെയുള്ള വിമർശനം BJPക്ക് അകത്തും ചർച്ചയായിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷവുമൊക്കെ. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു എന്നതാണോ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള നേതാക്കൾക്ക് പരിഗണന കൂടുതൽ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി കുറെ കൂടി മറ്റൊരു അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ മോശമാണെന്നുള്ളതല്ല, കുറെ കൂടി പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായി മാറിയേക്കാം. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേവലം അഭ്യൂഹം മാത്രമാണോ? യഥാർത്ഥത്തിൽ സംഘടനാ തലത്തിൽ മാത്രം ആലോചനകൾ നടക്കുന്നുണ്ടാകുമോ? വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപാധികൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ സംഘടന ചുമതല വഹിക്കുന്ന BL സന്തോഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അനൗദ്യോഗികമായിട്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് എല്ലാ സാഹചര്യങ്ങളും BJP തേടുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി വിശദമായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇനി വരുന്ന 5 വർഷം വളരെ സുഗമമായിട്ട് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുക്കുകയാണ് BJPയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഇനിയുള്ള 5 വർഷങ്ങളിൽ നയപരമായിട്ടുള്ള വിവിധ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നടപ്പാക്കേണ്ട 5 വർഷങ്ങളാണ്. അതിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ വരുന്നുണ്ട്. അങ്ങനെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ വളരെ ശക്തമായിട്ട് നടപ്പാക്കണമെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം പാർട്ടി അംഗീകരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുൻപ് രണ്ടുപേരിലേക്ക് അധികാരം ഒതുങ്ങിപ്പോയി എന്ന വിമർശനം അതിനെ സ്വയം വിമർശന രൂപത്തിൽ തന്നെ BJP ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പല വിഷയങ്ങളിലും ചർച്ചകൾ അവർക്ക് ഇടയിൽ ഒതുങ്ങിയെന്നും തീരുമാനം പലരും അറിഞ്ഞിരുന്നില്ല എന്നതും അടക്കമുള്ളതാണ്. മാത്രമല്ല ഈ നിതിൻ ഗഡ്കരിയെ പോലെ വലിയ പരിചയമുള്ള ആളിനെ പല ചർച്ചകളിൽ നിന്നും ഒഴിച്ചു നിർത്തുന്ന ഒരു രീതിയും പല ഘട്ടങ്ങളിലും ഉണ്ടായി. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP ഇപ്പോൾ സ്വയം വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത്. വിജയൻ, RK തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് TDPക്കും JDUവിനും 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. ശിവസേന, LJP 2 മന്ത്രിസ്ഥാനങ്ങൾ അവർക്ക് നൽകിയേക്കും. അങ്ങനെ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നേരത്തെ RK തന്നെ പറഞ്ഞിരുന്നു സർക്കാർ രൂപീകരണ ചർച്ചകൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ അത് 9-ാം തീയതിയിലേക്ക് മാറ്റിയേക്കും. 8 ശനി എന്നുള്ളത് 9 ഞായർ എന്ന നിലയിലേക്ക് മാറിയേക്കും. BJP നേതാക്കളുടെ യോഗത്തിൽ അത് ചർച്ചയായി എന്നാണ് അറിയുന്നത്. സർക്കാർ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് BJPയിലെ പുനഃസംഘടനാ ചർച്ചകളും ഇപ്പോൾ നടക്കുന്നത്. JP നദ്ദയുടെ ഡൽഹിയിലെ വസതിയിൽ പ്രധാനപ്പെട്ട BJP നേതാക്കൾ എത്തിയിട്ടുണ്ട്. എന്താണ് BJPയിലെ പുനഃസംഘടനാ ചർച്ചകളുടെ വിശദാംശങ്ങൾ എന്നാണ് ഇനി വാർത്താമഴ പരിശോധിക്കുന്നത്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, JP നദ്ദ അദ്ദേഹത്തിന് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തതാണ് ജൂൺ വരെ, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. അദ്ദേഹം സ്വാഭാവികമായും മാറും. അതിലേക്ക് ആര് വരുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ നിർമ്മല സീതാരാമൻ്റെ പേര് കേൾക്കുന്നുണ്ട്, വിനോദ് താവഡയുടെ പേര് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് കേൾക്കുന്നുണ്ട്, ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല അതിലേക്ക് ആരുടെ പേരായിരിക്കും അന്തിമമായി തീരുമാനിക്കപ്പെടുക എന്നത്. ഒപ്പം UPയിലെ തിരിച്ചടി, യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. നാളെ BJPയുടെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ഡൽഹിയിലെത്തുന്നുണ്ട്.
അപ്പോൾ എന്താണ് BJPക്ക് അകത്ത് നടക്കുന്ന ആഭ്യന്തര ചർച്ചകളുടെ സ്വഭാവം? നേതൃത്വത്തിനെതിരെ കൂടിയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാൻ സ്വാഭാവികമായും സാധ്യതയുണ്ടല്ലോ, പ്രത്യേകിച്ച് UP-യിലെ തിരിച്ചടി, മഹാരാഷ്ട്രയിലെ തിരിച്ചടി, ഫഡ്നാവിസിനൊക്കെ എതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് BJP ക്യാമ്പിൽ നിന്ന് തന്നെ. എന്താണ് വിശദാംശങ്ങൾ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട വലിയ തിരിച്ചടി എന്നുള്ളത് കേവല ഭൂരിപക്ഷം പോലും കടക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്, ഒപ്പം ഹിന്ദി ഹൃദയഭൂമിയിലേറ്റ വലിയ തിരിച്ചടികൾ, ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണിക്ക് കൂടി ഒരുങ്ങുകയാണ് ഇപ്പോൾ BJP. അതിനായി ഇന്ന് JP നദ്ദയുടെ വസതിയിൽ അമിത്ഷായും രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് പുരോഗമിക്കുന്നത്. ഈ യോഗത്തിൽ ഇതിൻ്റെ ഒരു പൊതുവായ സ്വഭാവം, ഈ തിരിച്ചടിക്കുണ്ടായ ഒരു പൊതുവായിട്ടുള്ള കാരണം അത് വിലയിരുത്തും. അതിനുശേഷം ഏതൊക്കെ തരത്തിലുള്ള സംസ്ഥാന ഘടകങ്ങളിൽ അഴിച്ചുപണി വരുത്തണം എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുക. അതിനുശേഷമായിരിക്കും ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിച്ചുപണികൾ ഉണ്ടാവുക. കാരണം UP-യിൽ ഏറെ പ്രതീക്ഷയായിരുന്നു BJP വച്ചു പുലർത്തിയത്. കാരണം 14-ലും 19-ലും ബഹുഭൂരിപക്ഷം സീറ്റുകൾ BJPക്ക് കൈക്കുള്ളിൽ നിർത്താൻ കഴിഞ്ഞു. ഇത്തവണയും ആ പ്രതീക്ഷ സംഘടനയ്ക്കുണ്ടായിരുന്നു. അതായത് ഈ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി വോട്ടിനെ സ്വാധീനിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിച്ചെങ്കിലും ആ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും വലിയ തിരിച്ചടികളാണ് BJPക്ക് ലഭിച്ചത്. ഒപ്പം വാരണാസിയിൽ മോദി പ്രവചിച്ച പോലൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കുവാനും സാധിച്ചില്ല. അതൊക്കെ തന്നെ കൃത്യമായി പാർട്ടി പരിശോധിക്കാൻ ഒരുങ്ങുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി സർക്കാർ രൂപീകരണം നടത്തി. പക്ഷേ ആ നേട്ടങ്ങൾ ഒന്നും തന്നെ അവിടെയും ലോക്സഭാ സീറ്റിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയം നേരിടുന്ന സാഹചര്യമുണ്ടായി. രാജസ്ഥാനിലും കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് UP-യിൽ യോഗി ആദിത്യനാഥിനെ വൈകിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പരാജയത്തിനിടയാക്കിയ കാരണങ്ങൾ തന്നെയായിരിക്കും ചർച്ചയാവുക. കാരണം ഇന്ത്യ മുന്നണി ഉയർത്തിയ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന സംസ്ഥാന ഘടകം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ആ കാര്യങ്ങൾ അത് ഗ്രാമീണ മേഖലയിൽ അവർക്കനുകൂലമായി അത് വലിയ തരത്തിൽ BJPക്ക് ഒരു മങ്ങലേൽപ്പിച്ചു, വിജയത്തിന് മങ്ങലേൽപ്പിച്ചു എന്നുള്ളത് സംസ്ഥാന ഘടകം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിശോധിക്കപ്പെടും. ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഏറ്റിട്ടുള്ള പരാജയങ്ങളും വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ദേശീയ തലത്തിലേക്ക് ഒരു മാറ്റം അത് BJP കൊണ്ടുവരിക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP-യിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടാകും. അത് സംഘടനാ തലത്തിലും മന്ത്രിസഭയിലും എന്താണ്, പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ പുതിയ മന്ത്രിസഭയിലും ആ മാറ്റം പ്രകടമാണ്. BJP-യുടെ ശക്തി ദുർഗങ്ങളിൽ, അവരുടെ പൊന്നാപുരം കോട്ടകളിൽ ഉണ്ടായ തിരിച്ചടി അത് സംഘടനാ തലത്തിലെ അഴിച്ചുപണിയിലും മന്ത്രിസഭാ രൂപീകരണത്തിലും പ്രതിഫലിക്കുമെന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആരാകും പുതിയ അധ്യക്ഷൻ, അതുപോലെ ആഭ്യന്തര വകുപ്പിലേക്ക് അമിത്ഷാ ഉണ്ടാകില്ല എന്ന അഭ്യൂഹം ശക്തമാണ്. അത്തരം വിവരങ്ങൾ വരുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിപക്ഷ നിരയിലിരിക്കാമെന്ന് ഇന്ത്യ സഖ്യത്തിൽ ധാരണയായതോടെ ലോക്സഭാ കക്ഷി നേതാവ് ആരാകുമെന്ന ചർച്ചകളിലേക്ക് കടന്നു കോൺഗ്രസ്. 52-ൽ നിന്ന് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് മുൻതൂക്കം. 2019-ൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കുമെന്നാണ് സൂചന. പദവി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചാൽ മാത്രമായിരിക്കും മറ്റു പേരുകൾ പരിഗണിക്കുക. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, രാഹുൽ ഗാന്ധി വിസമ്മതിക്കുകയാണെങ്കിൽ കേൾക്കുന്ന പേരുകളിൽ ഒന്ന് KC വേണുഗോപാൽ, മറ്റൊന്ന് ശശി തരൂർ, ഈ രണ്ട് പേരുകളും കേൾക്കുന്നുണ്ട്. അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുക്കണം. അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോഴൊരു വ്യക്തിപരമായ തീരുമാനമായിരിക്കും അതല്ലേ? വിജുമാർ, രാഹുൽ ഗാന്ധി എന്ന പേരിലേക്ക് തന്നെയാകും എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് പോവുക. കാരണം രാഹുൽ ഗാന്ധി 2019 ഉണ്ടായ സാഹചര്യമല്ല ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി നേതാവിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം എന്ന പാർട്ടിക്കും. കാരണം ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസ് ഇപ്പോൾ 99 സീറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. 52 എന്ന സീറ്റിൽ നിന്നാണ് 92ലേക്ക് ഉയർന്നത്. നമുക്കറിയാം 2014 മുതൽ 10% സീറ്റുകൾ നേടി ഒരു പാർട്ടിയും ഉണ്ടാത്ത പശ്ചാത്തലത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ലോക്സഭ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. 2019-ലും സമാനമായിരുന്നു സാഹചര്യം. ഇക്കുറി അങ്ങനെയല്ല. കാരണം 52
നിന്ന് 99 ഉയർത്തിയതിൽ രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്തുള്ള പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരമൊരു സമ്മർദ്ദം രാഹുൽ ഗാന്ധിക്ക് മേൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പ്രവർത്തക സമിതി ഉടൻ വിളിച്ചു ചേർക്കും. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് തന്നെ പ്രവർത്തക സമിതി യോഗം എന്ന് ചേരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കും. ഇന്നലെ ഇന്ത്യ സഖ്യത്തിനും സമാനമായി തന്നെ നേതാക്കളടക്കം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം തന്നെയാണ് പല നേതാക്കളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ മാത്രമേ മറ്റ് ചർച്ചകളിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ചില പേരുകൾ സ്വാഭാവികമായിട്ടും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ KC വേണുഗോപാൽ അതോടൊപ്പം തന്നെ ശശി തരൂർ, ഗൗരവ് ഗോയ് അടക്കമുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നിലപാടെടുത്തുകൊണ്ട് രംഗത്തുണ്ടാകേണ്ട സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന പേരിലേക്ക് തന്നെയാണ് ഒറ്റക്കെട്ടായി നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളും സഖ്യത്തിലെ മറ്റു പാർട്ടികളും എത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഒരു പ്രതിപക്ഷ നേതാവായി എത്തുന്നുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. വൈകാതെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുക്കും. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോട് കൂടി തന്നെ ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചാൽ മറ്റു ചില പേരുകൾ കോൺഗ്രസ് പരിഗണിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ KC വേണുഗോപാൽ, ശശി തരൂർ തുടങ്ങിയ പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ആ പദവി ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിലും ഇന്ത്യ ഘടക കക്ഷികൾക്കിടയിലും വലിയ സമ്മർദ്ദമുണ്ട്. അദ്ദേഹം അതിന് വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം. KPCC അധ്യക്ഷൻ സുധാകരൻ ഇന്ന് മുരളീധരന്റെയും കോഴിക്കോട്ടെ വസതിയിലെത്തും. വയനാട് സീറ്റിലേക്ക് മുരളീധരന്റെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും മത്സരിക്കുന്ന കാര്യത്തിൽ മുരളീധരൻ നിലപാട് എടുത്തിട്ടില്ല. മുരളീധരൻ പൊതുരംഗത്ത് സജീവമായി ഉണ്ടാകുമെന്ന് മുരളീധരനെ സന്ദർശിച്ച ശേഷം MK രാഘവൻ പറഞ്ഞു. മുരളീധരനെ പോലെ ഒരാൾ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നാണ് UDF കൺവീനർ MM ഹസനും ആവശ്യപ്പെട്ടത്. മുരളീധരൻ ഏതു പദവിയിലും ഫിറ്റായ നേതാവാണ് എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അവിടുത്തെ പരാജയ കാരണങ്ങൾ പാർട്ടി അന്വേഷിക്കും. നേതാക്കളെല്ലാം അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും ഒരു വിഷയവുമില്ല. തൽക്കാലത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു റെസ്റ്റ് എന്ന നിലക്കാണ് ഈ പറഞ്ഞ അദ്ദേഹം വീട്ടിലിരിക്കുന്നത്. അദ്ദേഹം രംഗത്ത് സജീവമായി ഇറങ്ങാൻ വേണ്ടി പോവാണ്. മുരളീധരൻ ലീഡറുടെ ലെഗസിയുള്ള ഒരാളാണ്, മനസ്സിലാക്കിക്കൊള്ളത്. അപ്പോൾ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടാകും, ഒരു വിഷയമുണ്ടാകും. അദ്ദേഹം വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ എടുക്കുകയും ഒരുപാട് റോള് ഇനി എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. മുരളീധരൻ കരുണാകരന്റെ മകൻ എങ്ങോട്ടും വിറ്റാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തൃശ്ശൂർ ഒരു തോൽവിയുണ്ട് വന്നു എന്ന് വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ അത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു ഫൈറ്റർക്ക് ജയമുണ്ടാവും, തോൽവിയുണ്ടാവും. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കാറായിട്ടില്ല. ഇപ്പോൾ റായ്ബറേലിയാണോ വയനാടാണോ രാഹുൽ ഹോൾഡ് ചെയ്യുക എന്നതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ വയനാട് വെച്ച് രാഹുൽ അല്ലെങ്കിൽ മുരളീധരൻ്റെ അടുത്ത് സംസാരിക്കാൻ ഈ ഘട്ടത്തിൽ KPCC പ്രസിഡന്റിന് കഴിയുമോ എന്നറിയില്ല. അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് കൂടിയാണ്. തൃശ്ശൂരിലെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ചില പരാതികൾ, ആശങ്കകൾ, വിമർശനങ്ങൾ മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊക്കെയുള്ള ഇടപെടലായിരിക്കുമല്ലോ ഇന്ന് KPCC ഉറപ്പ് കൊടുക്കേണ്ടത്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എന്തെങ്കിലും സൂചനകളുണ്ടോ? തീർച്ചയായിട്ടും. അതായത് തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ കടുത്ത അതൃപ്തിയിലാണ് മുരളീധരൻ. അത് അനുനയിപ്പിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഫോണിലൂടെ അനുനയ നീക്കങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും മുരളീധരൻ തയ്യാറാകുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് നേരിട്ട് കണ്ട് അനുനയ നീക്കങ്ങൾ നടത്താനാണ് നിലവിൽ KPCCയുടെ തീരുമാനം. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വൈകിട്ട് സുധാകരൻ തന്നെ കോഴിക്കോടേക്ക് എത്താൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് മുരളീധരന്റെ വീട്ടിലെത്തി നേരിട്ട് സംസാരിക്കുമെന്നാണ് സുധാകരൻ അറിയിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്ക് ശേഷമായിരിക്കും കോഴിക്കോട് അദ്ദേഹം എത്തുന്നത്. രണ്ട് നീക്കങ്ങൾ, അതായത് രണ്ട് അനുനയ നീക്കങ്ങളാണ് നിലവിൽ കോൺഗ്രസിന്റെ മുന്നിൽ നിലവിലുള്ളത്. അതിലൊന്ന് വിജയകുമാർ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് സീറ്റാണ്. അതിലിപ്പോഴും തീരുമാനമായിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട് വിട്ടു പോകുമോ എന്ന കാര്യത്തിൽ നിലവിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. മറ്റൊരു വഴി എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനം നൽകുക എന്ന് തന്നെയാണ്. നിലവിൽ മത്സര രംഗത്ത് നിന്നും മാറുന്നു എന്നാണ് ഇന്നലെ മുരളീധരൻ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനായിരിക്കും സാധ്യത. ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം
ഇതുവരെയും കെ മുരളീധരൻ കൈക്കൊണ്ടിട്ടില്ല. ഇന്ന് വൈകിട്ടത്തെ ഈ അനുനയ നീക്ക ചർച്ചയ്ക്കൊടുവിൽ ഇതിലൊരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ എം കെ രാഘവൻ കെ മുരളീധരനുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിശ്രമത്തിലാണ്. അതിനപ്പുറത്തേക്ക് അതൃപ്തി കെ മുരളീധരൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന്റെ അതൃപ്തി കെ മുരളീധരൻ പരസ്യമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതൃപ്തി ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുന്നതനുസരിച്ച് എം കെ രാഘവൻ പറയുന്നതനുസരിച്ച് തൃശ്ശൂരിലെ തോൽവി ഉൾപ്പെടെ വിശദമായി തന്നെ പാർട്ടി പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഈ അനുനയ നീക്കങ്ങളിൽ കെ മുരളീധരൻ വഴങ്ങുമോ എന്നും നോക്കി കാണേണ്ടിയിരിക്കുന്നു. വിജയകുമാർ. യെസ്, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കെ മുരളീധരനെ KPCC അധ്യക്ഷൻ വീട്ടിലെത്തി കാണുന്നുണ്ട്. എന്തായിരിക്കും ആ ചർച്ചയിലെ ഉറപ്പുകൾ, അനുനയ നീക്കങ്ങൾ, അതിനോട് എങ്ങനെ കെ മുരളീധരൻ പ്രതികരിക്കുന്നു എന്നതൊക്കെ കോൺഗ്രസിൽ തന്നെ നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത് കോഴിക്കോട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.